ഇതാണ് വരാൽ ഫിഷ്. വരാൽ ഫിഷ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് പതുക്കെ പൊളിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പൊളിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഉപ്പിട്ട് കഴിഞ്ഞ് പൊളിച്ചെടുക്കുകയാണ്. അത് നന്നായിട്ട് പൊളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് മറ്റേ സൈഡ്, അപ്പുറത്തെ സൈഡ് കട്ട് ചെയ്തു. അപ്പുറത്തെ സൈഡ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 2 വിങ്സ് എന്ന് എന്ത് മണ്ടരാന്നറിയില്ല, അത് കട്ട് ചെയ്ത് കളയാം. അത് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ മീൻ ഫ്രഷായി നേരെ ടേബിളിൽ കൊണ്ടുപോകും. നമ്മുടെ കട്ടിംഗ് ബോർഡിന് മുകളിൽ സാധനത്തിന് വെച്ചു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വെട്ടിപ്പൊളിക്കുക എന്നുള്ളതാണ്. അത് വെട്ടി പീസാക്കി ചെറിയ ചെറിയ സ്ലൈസസ് ആക്കി കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യാൻ നല്ലതായിരിക്കും. ചെറിയ സ്ലൈസസ് ആക്കി വെച്ചിട്ടുണ്ട്. സ്ലൈസ് ആക്കി റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞ് ഇനിയിപ്പം അതിൻ്റെ മസാല കൂട്ടാം. ആദ്യം കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, അതിനുശേഷം കുറച്ച് പെരിഞ്ജീരകപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി. അത് ഏറ്റവും ബെസ്റ്റാണല്ലോ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് മിക്സ് ചെയ്യുക. വേണേൽ കുറച്ച് എണ്ണയും ചേർക്കുക, വെളിച്ചെണ്ണ. ഇച്ചിരി വിനാഗിരി ചേർത്താൽ ടേസ്റ്റ് കൂടും. അത് കഴിഞ്ഞ് അവനെ പെരട്ടി ശരിയാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കുറച്ച് നേരം വെക്കുക. അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക പാനിൽ. ചൂടായി കഴിയുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഇടുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കറിവേപ്പില നന്നായിട്ട് ഒന്ന് മൂപ്പിക്കുക. അത് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള വരാലിനെ എടുത്ത് വെക്കുക. വരാൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വരാലിനെ എടുത്ത് വെച്ചു. ഇനി നല്ല വലിയ ചൂട് വേണ്ട, ചെറിയ ചൂടിൽ ഷാലോ ഫ്രൈ നമുക്ക് ചെയ്യാം. ഷാലോ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കഴിച്ചു, അടുത്ത് കഴിച്ചു, പരിപാടി കഴിച്ചു.